കർക്കിടക വാവ് എന്ന് പറയുന്നത് കേരളത്തിലെ ഹിന്ദു സംസ്കാരത്തിലെ ഒരു പ്രധാന ദിനമാണ്. പാരമ്പര്യമായി വിശ്വസിക്കുന്നത് ഈ ദിവസം അമാവാസിയും അതുപോലെ തന്നെ കർക്കിടക മാസവും ഒരുമിച്ച് വരുമ്പോൾ പിതൃകർമ്മങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണെന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് വാവിന് തലേ ദിവസം ദാഹം വയ്ക്കൽ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഞങ്ങളുടെ നാട്ടിൽ ദാഹം വയ്ക്കലിന് ഉള്ള ഒരു പ്രധാന വിഭവമാണ് വറുത്ത് പൊടിച്ച അരി. അത് കരിക്കും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വെക്കുന്ന ഒരു വിഭവം. എനിക്കതിൻ്റെ കൃത്യമായിട്ടുള്ള പേരറിയില്ല, അതിന് പേരുണ്ടോയെന്ന് തന്നെ എനിക്കറിയത്തില്ല. മറ്റൊരു വിഭവമാണ് അട. അട നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഉരുക്കി വെച്ച ശർക്കരയിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു മിശ്രിതം നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്ത അരിപ്പൊടി അതുപോലെ തന്നെ ഗോതമ്പ് പൊടി അത് നമ്മൾ പരത്തി ഇലയിൽ വെച്ച് പരത്തിയതിന് ശേഷം ഈ ഒരു മിശ്രിതത്തിനെ ഈ ഒരു മാവിൻ്റെ ഇടയിൽ വെച്ച് ഒരു സാൻഡ്വിച്ച് പരുവത്തിലാക്കിയിട്ട് നമ്മൾ ആവിക്ക് വെച്ച് വേവിച്ചെടുക്കും. അടയുടെ മാവ് പരത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വാഴയിലൊക്കെ മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു. ആ പരത്തി വെച്ചിരിക്കുന്ന മാവിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടറ്റവും ഇലയുടെ രണ്ടറ്റവും കൂടെ കൂട്ടുമുട്ടുന്ന രീതിയിൽ നമ്മളതിനെ മടക്കിയെടുക്കും. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാവ് രണ്ട് വശത്തെയും മാവ് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ആവിയിൽ വേവിച്ച് കഴിയുമ്പോഴേക്കും ലീക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് അതിൻ്റെ അകത്തുള്ള ആ ഒരു മിശ്രിതം പുറത്തേക്ക് ഒഴുകി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ ദാഹം വയ്ക്കലിന് നമ്മൾ അരിയട കൂടാതെ അതിൻ്റെ കൂടെ ഗോതമ്പിൻ്റെ അടയും പ്രിപ്പയർ ചെയ്യാറുണ്ട് കേട്ടോ. ആവിക്ക് വെച്ച് അട ഉണ്ടാക്കുന്നത് കൂടാതെ കുറച്ച് അട നമ്മൾ ചുട്ടെടുക്കുകയും കൂടെ ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിൽ ഈ ഒരു ചടങ്ങെന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം അമ്മയാണ് ചെയ്യാറുള്ളത്. അട ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ള വിഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അമ്മയാണ്. പിന്നെ അതിനുശേഷം ഈ ദാഹം വെക്കുന്ന ഒരു ചടങ്ങ് ചെയ്യുന്നത് അച്ഛനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വിളക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അച്ഛൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നതും അതുപോലെ ദാഹം വയ്ക്കുന്നതും. ദാഹം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തൂഷനിലയിൽ നമ്മൾ മലര്, അവല്, ശർക്കര, അതുപോലെ പഴം, നവധാന്യങ്ങൾ, പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അട, അതായത് ആവിയിൽ വെച്ച് വേവിച്ച അടയും അതുപോലെ തന്നെ ചുട്ട അടയും നമ്മൾ വെക്കാറുണ്ട്.
ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ, അതായത് നമ്മൾ വറുത്ത് പൊടിച്ച അരിയുടെ പൊടിയാണിത്. ഇത് നമ്മൾ കരിക്കിൻ്റെ വെള്ളത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ അവലും മലരും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇത്. ഈ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വിഭവം പ്രിപ്പയർ ചെയ്യാറുള്ളത്. അങ്ങനെയെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമ്മുടെ മരിച്ചുപോയ പൂർവികന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ചടങ്ങാണ്. അങ്ങനെ 3/4 മണിക്കൂറിന് ശേഷം ഇതെല്ലാം നീക്കം ചെയ്തു. അങ്ങനെ ഇന്ന് ഈ ഒരു ദാഹം വയ്ക്കൽ ചടങ്ങ് പൂർത്തിയായി.